ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് MA ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് ലിറ്ററേച്ചറിന് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ഇതുവരെ ആയിട്ടും 2 എക്സാംസ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻടേക്ക് 1-ൻ്റെയും ഇൻടേക്ക് 2-ൻ്റെയും എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പേപ്പേഴ്സിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ SGOയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൽ എൽഡെസ്ക് എന്ന് പറഞ്ഞ ആപ്പിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ പറ്റിയിട്ടൊരു ബോധം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെ അതിനെ അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ MA ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ജോസഫ് ടു എലിസബത്തൻ ഏജ് എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 അഡ്മിഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ സെക്ഷൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് അവർ തന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഏതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ അതിൽ 5 ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിക്കാത്ത ഭാഗത്തു നിന്നാണ് ബാക്കി ക്വസ്റ്റ്യൻസ് എന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ഇതിൽ അറ്റൻഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2 മാർക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരുപാട് വാരി വലിച്ച് അര പേജൊന്നും എഴുതി വെച്ച് ടൈം കളയരുത്. നിങ്ങൾക്ക് 1 or 2 സെൻറ്റൻസിൽ എഴുതാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ആ ആൻസർ എന്താണോ അത് ആ സെൻറ്റൻസിൽ ഉണ്ടാവണം. അതാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്. ദെൻ നമ്മുടെ സെക്ഷൻ Bയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒരു ക്വസ്റ്റ്യന് 6 മാർക്കാണ് അവർ തന്നിട്ടുള്ളത്. അതിലും ഇതുപോലെ തന്നെ നമുക്ക് ചോയ്സസ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. നമ്മൾ 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അതിലും നമുക്ക് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ പഠിക്കാത്ത ഭാഗത്തൊന്നും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം നോക്കിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ഗൈഡ് ലൈൻസ് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. അല്ലാതെ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. 3 മണിക്കൂറാണ് ടൈം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ദെൻ നമ്മുടെ C സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ C സെക്ഷനിൽ നമുക്ക് essay പാർട്ടാണ്. അവിടെ നമുക്ക് ഒരു essayക്ക് 15 മാർക്കാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ അതിലും നിങ്ങൾ പേജ് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 4 പേജാണ് അതിൽ ഒരു essayക്ക് വേണ്ടത്. അപ്പോൾ 4 പേജ് നിങ്ങൾ എഴുതാം. അത് ക്ലിയർ ആൻഡ് നീറ്റായിട്ട് ആക്യുറേറ്റ് സ്ട്രക്ചറൊക്കെ കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. വാരി വലിച്ച് പാരഗ്രാഫ് ആക്കിയിട്ടൊന്നും തിരിക്കാതെ എഴുതരുത്. നല്ല ക്ലിയർ ആക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ. അപ്പം നമുക്ക് കഴിഞ്ഞ ഇയറിലും ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനും ഇതേപോലത്തെ ഈ മോഡൽ തന്നെയാണ് അവർ ഫോളോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റിൻ്റെ പിന്നിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ അവർ തന്നിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട്. അതിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ മോഡൽ തന്നെയാണ്, ഇതേ ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ എന്താണോ അവിടെ പറഞ്ഞിട്ടുള്ളത് കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ നിൽക്കുക. അത് വായിച്ചിട്ട് എത്ര പേജാണ് അവർ പറയുന്നത്, എത്ര മാർക്കൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. അല്ലാതെ നിങ്ങളുടെ ടൈം വെറുതെ 2 മാർക്കൊക്കെ എഴുതാൻ 2 മാർക്കുള്ള ക്വസ്റ്റ്യനൊക്കെ ഒരുപാട് എഴുതി വെച്ചിട്ട് 4 മാർക്കിൻ്റെ ഒക്കെ അങ്ങനെ ഒരു വഴി ഉണ്ടാക്കരുത്. നിങ്ങളത് ടൈം കറക്റ്റ് മാനേജ് ചെയ്തിട്ട് എക്സാം എഴുതാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് essay എഴുതുന്ന ടൈമിൽ സമയം കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഓൾ ടിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ID കാർഡ്, ഇതൊന്നും മറന്നു പോകരുത്. കാരണം നമുക്ക് ഒരിക്കലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സിമ്പിൾ കാര്യമാണെങ്കിൽ നമ്മൾ ഒരുപാട് ടെൻസ്ഡ് ആവും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഓൾ ടിക്കറ്റ് കിട്ടുന്ന ടൈമിൽ തന്നെ അതിനകത്ത് തന്നെ അതൊരു കവറിലിട്ടതിന് ശേഷം അതിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു കവറുണ്ട്, അതിൽ നമ്മുടെ ID കാർഡ് കൂടെ എപ്പോഴും ഇട്ട് നമ്മുടെ ബാഗിൽ തന്നെ വെക്കാൻ സൂക്ഷിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ എക്സാം എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടൊരു കണക്ഷൻ വയ്ക്കുക. അത് വെച്ചിട്ട് എഴുതി നിങ്ങൾ ആൻസേഴ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ 2 മാർക്ക് ആണെങ്കിലും essays ആണെങ്കിലും ഒക്കെ കറക്റ്റായിട്ട് ഒന്ന് എഴുതി ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ MA ഇംഗ്ലീഷിൻ്റെ ഷോർട്ട് നോട്ട്സിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.